കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവോർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. 4-ാം വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. 5, 6, 7 വാക്യങ്ങളോട് വായിക്കാം. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും വിശ്വാസത്താൽ ഉറപ്പുള്ളവരും സ്തോത്രത്തിൽ കവിഞ്ഞ അനുഭവമുള്ളവരും ആയി ഇരിപ്പിൻ. ഞാൻ 2 വാക്കുകൾ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഇതിൻ്റെ പശ്ചാത്തലം അധികം നീട്ടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം എഴുതുവാനുണ്ടായ പശ്ചാത്തലം പ്രത്യേകിച്ച് 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ വളരെ മർമ്മപ്രധാനമായ വാക്യങ്ങളാണ്. 4 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പുസ്തകം അഭിസംബോധനയിൽ തുടങ്ങി അവസാനം 4-ാം അധ്യായം 18-ാം വാക്യം അവസാനിക്കുന്നത് പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എഴുതുകയാണ്. ഈ കത്ത് 4 അധ്യായങ്ങൾ മാത്രം ഉള്ളപ്പോൾ തന്നെ ഇതിനകത്ത് വിലയേറിയ ചില സത്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. ഒന്ന്, സഭ എന്താണെന്നും സഭയുടെ ദൗത്യം എന്താണെന്നും സഭ ഈ കാലഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതും വളരെ വ്യക്തമാക്കി അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് എഴുതുകയാണ്. ഇപ്പോൾ അപ്പോസ്തലൻ കാരാഗ്രഹത്തിലാണ്. എന്നാൽ കൊലോസ്യ സഭ സ്ഥാപിച്ചത് അപ്പോസ്തലനല്ലായിരുന്നു എന്ന് ഒരു കൂട്ടർ പറയുന്നു. അതിനവർ നിരത്തുന്ന ചില തെളിവുകൾ 1-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങളിലുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാണ്. അതുകൊണ്ട് എപ്പഫ്രാസ് ആണ് ഈ സഭയുടെ സ്ഥാപകനെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു. അതിന് മറ്റൊരു തെളിവും നാം ഇപ്പോൾ 2-ാം അധ്യായം 1 മുതൽ ആരംഭിച്ച വാക്യത്തിൽ തന്നെ അതിനൊരു തെളിവുണ്ട്. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ കത്ത് ഇപ്പോൾ എഴുതുന്നു. 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. എന്തു തന്നെയായിരുന്നാലും സഭ കൊലോസ്യ പട്ടണത്തിൽ സ്ഥാപിതമായി. എന്താണ് ഇപ്പോൾ ഈ കത്തെഴുതാനായിട്ടുള്ള പശ്ചാത്തലം? ഏതൊന്നിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചോ ആ ജനം കാലക്രമേണ
ദൈവത്തിൽ നിന്നും ദൈവ വഴിയിൽ നിന്നും അബദ്ധസഞ്ചാരം ചെയ്യുവാൻ തുടങ്ങി. അതുതന്നെയാണ് ഇപ്പോൾ 2-ാം അധ്യായം വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണും. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. അതിനുശേഷം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും അവയിൽ നടന്നു പോന്നു. അതുകൊണ്ട് സഭ, വാട്ട് ഈസ് ചർച്ച്? എന്താണ് സഭ? സഭയുടെ ദൗത്യം എന്താണ്? സഭ എങ്ങനെയുള്ളതായിരിക്കണം? സഭയ്ക്കുള്ള സന്ദേശം എന്താ? സഭ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇത് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ ചിന്തകൾ അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമുള്ള സന്ദേശം നൽകും. ദൈവം നമ്മളെ അയച്ചിരിക്കുക. ദൈവത്തിൻ്റെതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് മറ്റൊക്കെ സമയങ്ങൾ ധാരാളമുണ്ടായിരുന്നു. എല്ലാം നമുക്കിപ്പോൾ ചെയ്യേണ്ട സമയത്താണ് നാം ഈ കൂടാരത്തിൽ വന്നിരിക്കുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു വലിയ പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ദൈവം തമ്പുരാൻ ഉണർത്തി എഴുന്നേൽപ്പിക്കുകയില്ലായിരുന്നു. ബലം നൽകി, ആരോഗ്യം നൽകി, ഒരു ശക്തി നൽകി ദൈവകൃപയിൽ ആനന്ദിക്കുവാൻ നാം ഇവിടെ ദൈവം തമ്പുരാൻ കൂട്ടി വരുത്തിയിരിക്കുക. എന്താണ് സഭ? സഭയെക്കുറിച്ചുള്ള ഡെഫിനിഷൻ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 47-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ അവസാന ഭാഗത്തുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ ഗണമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അങ്ങനെയെങ്കിൽ സഭ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു വലിയ ആരാധനാ കേന്ദ്രമാണ്. ദൈവത്തിന് സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന വാഗ്ദത്തം കർത്താവ് നൽകിയെങ്കിൽ 2-3 ആ സംഖ്യയിൽ അപ്പുറവും നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന അനുഭവങ്ങളിൽ അതൊരു സഭയായി മാറ്റപ്പെടുകയാണ്. സഭ എന്ന് പറയുന്നത് കെട്ടിടത്തിനുള്ളിൽ ഒതുങ്ങുന്നതല്ല. സഭ എന്നതിൻ്റെ മൂലപദം തന്നെ എക്ലീഷ്യ എന്ന വേർഡാണ്. അതിനൊരു വിശാലമായ മാനമുണ്ട്. ആ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുവാൻ നമുക്കിപ്പോൾ സമയമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ ഗണമാണ് സഭ. പുരാതനാധ്യയനയിൽ ഭരണസമിതി ഒരു കൂട്ടം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അവരെയും വിളിച്ചിരുന്നത് എക്ലീഷ്യ എന്ന. തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഇത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. അങ്ങനെയെങ്കിൽ ഇന്നൊരു സഭയാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ്. പണ്ടൊക്കെ ഉപദേശിമാർ നമ്മുടെ ഭവനങ്ങളിൽ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു. പഴയ അച്ഛന്മാരും ചോദിക്കുമായിരുന്നു, കുഞ്ഞെ നീ രക്ഷിക്കപ്പെട്ടതാണോ? ഇന്ന് കർത്താവ് വ്യക്തമായി നമ്മളോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നാം എന്തുത്തരം പറയും? യേസ്, ഞാൻ രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കിയ ആളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. ഉറപ്പുള്ളവർ വലതുകരം ഉയർത്തി ഒരു ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കിയവരാണ് ദൈവമക്കൾ. അങ്ങനെയെങ്കിൽ ഇതൊരു സഭ. ഈ സഭയ്ക്കുള്ളിൽ സഭ എങ്ങനെയായിരിക്കണമെന്നും സഭ എങ്ങനെ സാക്ഷ്യം നിർവഹിക്കണമെന്നുള്ളതും വ്യക്തമാക്കി തരുന്ന ഒരു ലേഖനമാണ് കൊലോസി ലേഖനം. ഒരു പക്ഷേ ഞാനിത് വളരെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ചില സന്ദേശങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായി പ്രസംഗിക്കുന്നത് എന്നോട്, രണ്ടാമതായി നിങ്ങൾ കേൾക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ.
ഞാനും നിങ്ങൾ ഒരുപോലെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മളിൽ ക്രിയ ചെയ്യണം. വാട്ട് ഈസ് ചർച്ച്? ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനെന്നെ സ്പർശിച്ച വളരെ സിമ്പിളായ ഒരാശയം ഞാൻ നിങ്ങളോട് പങ്കു. വളരെ ലളിതമായ ഒരാശയമാണ്. തകർന്നവരെയും പാപികളെയും തള്ളപ്പെട്ടവരെയും ഏകാന്തത അനുഭവിക്കുന്നവരെയും ചികിത്സിക്കുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് ചർച്ച്. തകർന്നവരെയും പാപികളെയും തള്ളപ്പെട്ടവരെയും ഏകാന്തത അനുഭവിക്കുന്നവരെയും ചികിത്സിക്കുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് ചർച്ച്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ആരാധനാ മധ്യത്തിൽ നാം തകർക്കപ്പെട്ടവരായി, നാം ഏകാന്തതയുടെ അനുഭവത്തിൻ്റെ തടവറയിൽ ആയിത്തീർന്നു എങ്കിൽ, നാം എല്ലാവരാലും തള്ളപ്പെട്ടവരാണെങ്കിൽ, നാം ഒന്നിനും കൊള്ളരുതാത്തവരെന്ന് ലോകം വിധി എഴുതിയെങ്കിൽ, നമ്മളെ ചികിത്സിക്കുന്ന ചികിത്സകൻ ആ ഒരു ഹോസ്പിറ്റലിലാണ് നാം വന്നിരിക്കുന്നത്. നാം വരുന്നതിന് മുൻപായി ചികിത്സകൻ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു സർജറിയാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെ തുളച്ചു ചെല്ലുന്നതും സന്ധിമജ്ഞകളെ വേർപിടിപ്പിക്കുന്നതും. അപ്പോൾ എന്ത് സംഭവിക്കും? മുറിവ് സംഭവിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിലേറെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചില പാട്ടുകൾ പാടുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകും. പ്രത്യേകിച്ച് സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഭക്തരിൽ ഭക്തനായ ആ ദൈവദാസൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ചില ജീവിത പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടി ഒരുപക്ഷെ മാവേലിക്കര പള്ളിയുടെ കൊയറിൽ നിന്ന് പാടിയ സന്ദർഭങ്ങളിൽ കൊയർ അംഗങ്ങൾ അറിയാതെ ഒരുപക്ഷെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റ് വീണിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും നമ്മളെ പോറ്റുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് പറയാൻ 100 അനുഭവങ്ങളുണ്ട്. എപ്പോഴൊക്കെ തകർന്ന ദൈവസന്നിധിയിൽ, പ്രത്യേകിച്ച് റെയിലിങ്സിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കുമ്പോൾ അവിടുത്തെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു സൗഖ്യം എൻ്റെ മേൽ വന്നിട്ടുള്ള അനുഭവങ്ങളേറെയുണ്ട്. നിങ്ങളും അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓരോ വിശുദ്ധ കുർബാന ശുശ്രൂഷയും ഒരു സൗഖ്യദായക ശുശ്രൂഷയാണ്. വാഴ്ത്തിയ അപ്പവീഞ്ഞുകൾ നമുക്ക് നൽകുന്നതിന് മുൻപേ പട്ടക്കാരൻ ഒരു വാക്കുകൾ പറയും, പ്രഖ്യാപനം നടത്തും. ഇത് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. റെയിലിങ്സിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കുമ്പോൾ, കർത്താവേ, ഞാനിന്ന് ആരാധനയിൽ തകർന്നവളായി പാപിയായി തള്ളപ്പെട്ടവളായി ഞാൻ മുട്ടുകൾ മടക്കിയിരിക്കുമ്പോൾ എന്നെ മുട്ടുകൾ മടക്കി നിവർത്തുന്നത് സൗഖ്യത്തോടുകൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യദായകനാണ്. അതുകൊണ്ട് ഓരോ ആരാധനയും സൗഖ്യദായക ശുശ്രൂഷയാണ്. വാട്ട് ഈസ് ചർച്ച്? സഭ ഒരു സൗഖ്യദായക ഇടമാണ്. ഈ സൗഖ്യം പ്രാപിപ്പാൻ അനേകർ കടന്നു വരും. നമ്മൾ മാത്രമല്ല, സമൂഹത്തിലുള്ളവർ കടന്നു വരും. വന്നത് ഒരു ചെറിയ വ്രണമായിട്ടാണെങ്കിൽ തിരിച്ചു പോകുന്നത് വലിയൊരു ഡീപ്പ് വൂണ്ടായിട്ട്, വലിയൊരു വ്രണമായി മടങ്ങി പോകരുത്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിന് എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. മനസ്സിന് മുറിവ് ഏൽക്കുമ്പോൾ മുറിവ് സംഭവിച്ചു കാണും. പക്ഷേ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ ഈ മുറിവുണങ്ങിയവനായി തുന്നലിൻ്റെ പാടുകൾ പോലും ശേഷിപ്പിക്കാതെ ദൈവം എന്നെ മടക്കി അയക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒരു ഭക്തൻ പറഞ്ഞു, തോറ്റു തുന്നം പാടിയ പടയാളിയെ പോലെ ഞാൻ ആരാധനയ്ക്ക് വരുന്നു, സഭയിൽ വരുന്നു. സഭ കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ ജയിച്ച ജയാളിയായി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. ഇതാണ് ജീവന്റെ സഭയുടെ ഏറ്റവും വലിയ ലക്ഷണം. ദൈവ പൈതലേ, ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളുമായി ഏറ്റുമുട്ടി മല്ലുപിടിച്ച് തകർന്ന തരിപ്പണമാകുമ്പോൾ നാം ആരാധനയ്ക്ക് വന്ന് മടങ്ങിപ്പോകുന്നത് ജയിച്ച ജയാളിയുടെ അനുഭവത്തിലായിരിക്കണം. അതുകൊണ്ട് സഭ അത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഈ സഭ എങ്ങനെയുള്ളതായി തീരണം? എന്താണ് സഭ? സഭയുടെ അടുത്ത പ്രത്യേകത, സഭ ജീവനുള്ളതായിരിക്കണം. ഈ 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾക്ക് കൊടുക്കാവുന്ന നല്ല ഒരു ടൈറ്റിൽ, തലക്കെട്ട്, ജീവനുള്ള സഭയെ
സഭയുടെ പ്രത്യേകതകളും. സഭ ജീവനുള്ളതായിരിക്കണം. ജീവന പ്രകടമായ 3 ലക്ഷണങ്ങളാണ്. 1, ജീവനുള്ള വസ്തു ചലിച്ചുകൊണ്ടേയിരിക്കും. 2, ജീവനുള്ള വസ്തുവിന് വളർച്ചയുണ്ടാവും. 3, ജീവനുള്ള വസ്തു മറ്റൊന്നിനെ റീപ്രൊഡക്ഷൻ സംഭവിക്കും, മറ്റൊന്നിനെ ഉൽപ്പാദിപ്പിക്കും. ചർച്ച് ഈസ് ഡൈനാമിക്. അതിന് ചലനാത്മകതയുണ്ടായിരിക്കും, അതിന് ഗ്രോത്ത്, വളർച്ചയുണ്ടാവും. മാത്രമല്ല അത് മറ്റൊന്നിനെ കൂടെ ഉൽപ്പാദിപ്പിക്കും. സഭ ഇങ്ങനെ ആയിരിക്കണമെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. സഭ ജീവനുള്ളതായി തീരണം. ഇപ്പോൾ നമ്മുടെ മണ്ഡലയോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചില വർഷങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാത്തവരായി ഇറങ്ങി വന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ പിതാക്കന്മാരുടെ മാതാക്കളുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര് ദൈവം കണ്ടു. ദൈവം തമ്പുരാൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു. ഇന്ന് നാളെയുമായി ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ സഭയുടെ ആനുകാലികമായ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. സഭ ജീവനുള്ളതായി തീരണം. 2 നാൾ കഴിയുമ്പോൾ സെപ്റ്റംബർ മാസം 5-ാം തീയതി കല്ലിശ്ശേരി കടവിൽ മാളികയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആ സ്ഥാപനത്തിൽ സ്ഥാപക ദിനം ആചരിക്കുക. അഭിമന്യ സറാഫിൻ തിരുമേനി അന്ന് രാവിലെ വിശുദ്ധ കുർബാന ശുശ്രൂഷ അർപ്പിക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു ചരിത്രം? 1888 സെപ്റ്റംബർ 5-ാം തീയതി ഈ കടവിൽ മാളികയിൽ ഒരു പട്ടക്കാരനും 11 അൽമായരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച ഈ സംഘം പിതാക്കന്മാരുടെ ദർശനത്തിൽ, അവരുടെ ആത്മഭാരത്തിൽ സഭ വളർന്നു. ആ സംഘത്തിൻ്റെ പ്രവർത്തനം വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നീങ്ങി, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേക്ക് നീങ്ങി. അങ്ങനെ ഒടുവിൽ എത്താവുന്ന മേഖലകളിൽ എല്ലാം എത്തി. ബഹുമാനപ്പെട്ട AK ജോർജ് അച്ഛൻ കടന്നുപോയതിന് ശേഷം ടിബറ്റൻ ബോർഡിൽ ആര് പ്രവർത്തിക്കും, ആര് ശുശ്രൂഷയ്ക്ക് പോകും? എന്നാൽ ഇന്നിവിടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനും സുവിശേഷകരും അവിടെയുണ്ട്. ഈ അടുത്ത കാലത്തെ ടീം അവിടെ പോയി. മത്തിസ്മാർ അഥനേഷ്യസ് ഗോസ്പൽ ടീം അവിടെ സഞ്ചരിച്ചു. അതിൻ്റെ ഡ്രൈവ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഞാൻ ഈ അടുത്ത സമയത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്തപ്പോൾ? അദ്ദേഹം എന്നോട് പറഞ്ഞു, താഴേക്കൊന്നും ഞാൻ നോക്കിയില്ല, നേരെ വാഹനം പോയി. കൈകാലുകളൊക്കെ വിറയ്ക്കുന്ന ഒരനുഭവം ഉണ്ടായി. ഞാൻ അന്നേരം ഓർത്തു, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട AK ഓരോച്ചൻ അവിടെ ചെന്ന് കാലുകുത്തി സുവിശേഷ ഘോഷണം അവിടെ നടത്തി. വ്യത്യസ്തമായ കാലാവസ്ഥ, വ്യത്യസ്തമായ ഭൂപ്രകൃതി, നിരപ്പ് സ്ഥലമേ ഇല്ല, എല്ലാം കൊണ്ടും പ്രയാസവും പ്രതിസന്ധിയും. ആ സമയത്ത് അച്ഛൻ്റെ തീക്ഷ്ണമായ കർത്താവിൻ്റെ വേലയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ കല്ലിശ്ശേരിയിൽ തുടങ്ങിയ പ്രവർത്തനം ഓതറയിൽ ആരംഭിച്ചു, ഓതറ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. എന്നാൽ അത് വടക്കേന്ത്യയിലേക്ക് നീങ്ങുവാൻ, ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും ആ പ്രവർത്തനം എത്തിച്ചേരുവാൻ, അനേകർ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ, അനേക വിശ്വാസികൾ സഭയോട് ചേർക്കപ്പെടുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ സഭ ചലിക്കുന്ന സഭയായി മാറിയത് കൊണ്ടാണ്. അതുകൊണ്ട് സഭ അതിന് ചലനാത്മകതയുണ്ടായിരിക്കണം. 2, ജീവൻ എന്ന് പറയുന്നതിന് അതിനൊരു വളർച്ച ഉണ്ടാവും. ഈ വളർച്ച എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നതിൻ്റെ വളർച്ച അതല്ല. എന്നാൽ ഒരാത്മീയ വളർച്ച, ഒരാത്മീയ പരിപോഷണം, ഇത് വിശ്വാസികൾക്ക് ഉണ്ടാവണം എന്നുള്ളത് പൗലോസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരാത്മീയ വളർച്ച, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സണൽ പ്രെയറിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്. ദൈവമേ, ഇന്നലത്തെ ആ ഒരു ആത്മീയ ജീവൻ എനിക്ക് ഇന്ന് പോരാ, കുറേ കൂടെ എനിക്കൊരാത്മീയമായി വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. സഭ വളർന്നു. അപ്പോൾ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, നിൻ സഭ വളർന്നിട്ട്
അങ്ങെണ്ണത്തിൽ പെരുകുവാൻ ഒക്കെ അങ്ങനെ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. എല്ലായിടങ്ങളിലും ദൈവകൃപയെ അനുഭവിച്ചവർ ജീവിക്കുന്നു. വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ച സുവിശേഷകൻ, എൻ്റെ സ്നേഹിതൻ കൂടിയായ, കല്ലിശ്ശേരി കടവിൽ മാളികയിൽ താമസിച്ചപ്പോൾ ആണ്ടുവരിയുടെ ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹിതൻ അറിയാം. ഇതാണ് ചൈതന്യത്തിൻ്റെ, ജീവന്റെ തുടിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവൻ അതിന് വളർച്ചയുണ്ടാവും. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടട്ടെ. സഭ ചലിക്കുന്നു, വളർച്ചയുണ്ട്, അത് മറ്റൊന്നിനെ കൂടെ ഉൽപ്പാദിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ മടങ്ങിച്ചെല്ലുമ്പോൾ ഇതാ ഒരു ആത്മാവിനെ കൂടെ നിന്റെ സന്നിധിയിൽ ആദായപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ആത്മഭാരം നമുക്കില്ല. നാം ആരാധിക്കുന്ന ഇടവകയിൽ എത്രയോ ആളുകൾ പള്ളി കണ്ടിട്ട് എത്രയോ നാളുകളായി കാണും. എത്രയോ കൂട്ടായ്മകൾ നമ്മുടെ പള്ളിയിൽ നടന്നു, ഭവനങ്ങളിൽ നടന്നു. പക്ഷെ കൂടി വരവന് ഗണത്തിൽപ്പെട്ട ചിലരെ കാണാനില്ല. എന്നോ ഒരിക്കൽ ഒരല്പസമയം ഒരുപക്ഷെ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രം പള്ളിയിൽ വന്ന ആളുകളൊക്കെ കാണും. അതിനുശേഷം അവർക്ക് പള്ളിയുമായോ കൂട്ടായ്മകളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ചില ആളുകളെങ്കിലും നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്കവരെ കൈത്താങ്ങി മുൻപോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കൂടെ സഭയുടെ അംഗങ്ങൾക്ക് ആത്മഭാരം ഉണ്ടാകണം. മുൻപോട്ട് പോട്ടെ. അതുകൊണ്ട് സഭ ജീവനുള്ളതായിരിക്കണം, സഭ ചലിക്കുന്നതായിരിക്കണം, സഭയ്ക്ക് വളർച്ചയുണ്ടാവണം, സഭയ്ക്ക് ആത്മാക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദർശനമുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഈ സഭയ്ക്ക് ചില പ്രത്യേകതകളോട് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാൻ പോയിന്റ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. കൊലോസ്യസ് സഭയിൽ വിശ്വാസികൾ കടന്നു വന്നപ്പോൾ, ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവർക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരു വർത്തമാന കാലമുണ്ട്, ഒരു ഭാവി കാലമുണ്ട്. നമ്മൾ പറയും പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഒരു പാസ്റ്റ് ഉണ്ട് അവർക്ക്, ഒരു കഴിഞ്ഞ കാലമുണ്ട്. അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ എഴുതുമ്പോൾ, മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥരായി തീർന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. അതുകൊണ്ട് നിങ്ങൾക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. ആ കാലത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ട് കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹമായി നിങ്ങളിന്ന് വിശ്വാസികളുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടു, അഥവാ രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ വർത്തമാന കാലത്താണ് ജീവിക്കുന്നത്. അപ്പോസ്തലൻ മുമ്പേ 3:5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കേട്ടല്ലോ. അവയിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചിരുന്ന കാലം മതി എന്ന് വെപ്പിൻ. ഇപ്പോഴോ നിങ്ങൾ ദൈവമക്കളാണ്. പഴയതിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഒരു പുതിയ ക്രിസ്തീയ ജീവിതം കെട്ടുപണി ചെയ്യേണ്ടവരാണ് നിങ്ങൾ. അങ്ങനെ കെട്ടുപണി ചെയ്യുന്നവരുമാണ് നിങ്ങൾ. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എന്താ പറയുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഇപ്പോൾ ഒരു വർത്തമാന കാലത്ത് നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങൾക്കൊരു ഭാവി കാലമുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞ ഒരു ശക്തിയായി ഹേമിക്കുന്ന ഒരു വാക്തത്വമുണ്ട്. നിനക്കൊരു കഴിഞ്ഞകാല ജീവിതമുണ്ട്. ഇത് ചിലതിനോട് നീ ഗുഡ് ബൈ പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ വർത്തമാന കാലത്ത് നീ എങ്ങനെ രക്ഷിക്കപ്പെട്ടവനായി ജീവിക്കും? നീ രക്ഷയുടെ അനുഭവം സായത്തമാക്കി കഴിഞ്ഞാൽ നിനക്കൊരു സുനിശ്ചിതമായ ഭാവിയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി നൽകിയ ഒരു സന്ദേശം, വർത്തമാന കാലത്ത് നീ കർത്താവിനോട് ഒരുമിച്ച് ജീവിച്ചാൽ ഭാവി കാലത്ത് യുഗായുഗം കർത്താവിനോട് ഒരുമിച്ച് വാഴും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ഒരു നിത്യ സൗഭാഗ്യത്തിലേക്ക് ഓരോ വിശ്വാസിയും പ്രവേശിക്കണമെന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, സഭ ജീവനുള്ളതായിരിക്കണം. ആ സഭ എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ഈ
വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വളരെ വേഗം 4 ചിന്തകൾ പങ്കുവച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 1, സഭാമക്കൾ സ്നേഹത്തിൽ ഏകീഭാവം ഉള്ളവരായിരിക്കണം. വാക്യം 2-ന്റെ പകുതി ഭാഗത്ത് പറയുന്നുണ്ട് സ്നേഹത്തിൽ ഏകീഭാവം. ദൈവമക്കൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. സ്നേഹം അവർക്ക് കൈമുതലായി ഉണ്ടായിരിക്കണം. ഐക്യത അവരുടെ ഇടയിൽ ഉണ്ടാവണം. ഭിന്നിപ്പുണ്ടാകരുത്. അവർക്ക് സ്നേഹത്തിൻ്റെ കൈകോർക്കുന്ന അനുഭവം ഉണ്ടാവണം. സ്നേഹത്തിലുള്ള ഏകീഭാവം ഉണ്ടാവണം. ഇത് ഐക്യതയെ സൂചിപ്പിക്കുന്നു. എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നാം പറയും വാക്കുകളിൽ പരിമിതപ്പെടുത്തുന്നതാണോ സ്നേഹം? വളരെ സിമ്പിളായ, വളരെ ചെറുതായ ഒരു വാക്കാണല്ലോ സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ ഒരു അധ്യായം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഓരോ ദൈവ പൈതലും കർത്താവിൻ്റെ വാക്കുകളെയാണ് അനുസരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. അപ്പോൾ എന്താണ് സ്നേഹം? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ നൽകുന്ന സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണം കാൽവറി ക്രൂശിലാണ്. ആ ക്രൂശിനെ നോക്കി നമുക്കും പറയാം, ആ സ്നേഹം എന്നിലേക്ക് കവിഞ്ഞൊഴുകട്ടെ. ആ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. ആ സ്നേഹത്താൽ ഞാൻ നിറയപ്പെടുമ്പോൾ എനിക്ക് അന്യനെ സ്നേഹിക്കാം, അന്യനെ കരുതാം, കൂട്ടുവിശ്വാസികൾക്ക് കൈത്താങ്ങാകാം. ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് സഭാമക്കൾ എപ്പോഴും ഐക്യതയുള്ളവരായിരിക്കണം, സ്നേഹത്തിലുള്ള ഏകീഭാവം ഉള്ളവരായിരിക്കണം. ഇന്ന് ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എന്നോട് തന്നെ ഉള്ള ഒരു ചോദ്യം, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഈ അടുത്ത സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഞാനിങ്ങനെ ഒരു ക്ലിപ്പിൽ ഞാനത് കണ്ടു. വീഡിയോ ക്ലിപ്പിൽ കണ്ടപ്പോൾ ചോദിക്കുന്ന ചോദ്യകർത്താവ് ചോദിച്ചു, സാർ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അപ്പോൾ സാറിൻ്റെ മറുപടി, ഞാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഈ ഒരു സ്നേഹമല്ല അഗാപ്പേ, ദൈവത്തിൻ്റെ സ്നേഹം ജീവനെ കൊടുക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിലുള്ള ഐക്യഭാവം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭിന്നിപ്പിൻ്റെ മാർഗമില്ല. അതുകൊണ്ട് ഒന്നാമതായി ദൈവമക്കളെ, നമ്മുടെ മുഖമുദ്ര 1 സ്നേഹത്തിലുള്ള ഏകീഭാവം. 2 മുന്നോട്ട് പോട്ടെ. അടുത്ത ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്, ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് their heart to be filled with courage എന്നാണ്. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് പറഞ്ഞാൽ ധൈര്യശാലികളായിരിക്കും ഓരോ വിശ്വാസിയും. ഭയം ഒരിക്കലും അവരെ ഗ്രസിക്കുകയില്ല. പീഡനങ്ങളുടെ മധ്യത്തിൽ, നുറുങ്ങുന്ന വേദനയുടെ മധ്യത്തിൽ അവരുടെ വിശ്വാസം അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ പീഡനത്തെ അഭിമുഖീകരിക്കുമ്പോൾ, കഷ്ടതയെ അഭിമുഖീകരിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് മതിയായവനെന്ന് പറയുവാൻ സാധിച്ചാൽ അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ തീവ്രമായ ലക്ഷണം. മുൻപോട്ട് പോട്ടെ. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം, ധൈര്യശാലികളായിരിക്കും. ഇന്ന് നമ്മുടെ ധൈര്യമൊക്കെ ചോർന്നു പോവുകയാണ്. ദൈവം വിളിച്ച എല്ലാ പിതാക്കന്മാർക്കും ദൈവമക്കൾക്കും കൊടുത്തിരിക്കുന്ന ഏക വാഗ്ദത്തം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള വാഗ്ദത്തമാണ്. പലപ്പോഴും നാം ഇത് മറന്നു പോകുന്നവരാണ്. 23-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയുന്ന വാക്യങ്ങളാണല്ലോ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. പീഡനങ്ങളുടെ മധ്യത്തിൽ,
കൂരിലിന് സമാനമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ആ ഒരുറപ്പുണ്ടോ? നമ്മുടെ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഒരുറപ്പ്, എൻ്റെ ദൈവം എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ ഉണ്ട്. പ്രസംഗിക്കുന്ന ഞാനും ചില പരിപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്നെ മുന്നോട്ട് പുഷ് ചെയ്യുന്ന ദൈവവചനത്തിനായി ദൈവത്തിന് സ്തോത്രം. ധൈര്യമായിരിക്കെ പടകിൻ്റെ അമരക്കാരനായി നമ്മൾ മുമ്പേ പാടിയല്ലോ, കാറ്റിനെയും കടലിനെയും ഓളങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവം തമ്പുരാൻ കർത്താവ് നമ്മുടെ പടകിൻ്റെ നായകനായി ഉണ്ട് എങ്കിൽ അവൻ നമ്മളെ ഈ ഓളപ്പരപ്പിലൂടെ മുൻപോട്ട് നമ്മുടെ നൗകയെ നയിക്കുവാൻ ശക്തനാണ്. തകരരുത്. ജീവിതത്തെ ലാഘവ ബുദ്ധിയോട് കാണരുത് എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് എപ്പോഴും പറയുന്നത്. ഇന്നലെ ഞാൻ വായിച്ച ഒരു ചിന്തയുണ്ട്. ഓരോ അസ്തമയവും നാളത്തേക്കുള്ള പ്രതീക്ഷയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഓരോ അസ്തമയവും നാളേക്കുള്ള വലിയ പ്രതീക്ഷയാണ്. ഇന്ന് സൂര്യൻ കുറേ കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇത് അസ്തമിക്കും, കൂരിരുട്ട് വ്യാപിക്കും. പക്ഷേ അതിനപ്പുറത്ത് നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. നാളെ ഒരു പുലർക്കാലം ഉണ്ടാവും. ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്നെ വളരെയധികം സാരമായി സ്പർശിച്ച 2 വാക്കുകളുണ്ട്: സന്ധ്യയായി, ഉഷസ്സുമായി. സന്ധ്യ തുടങ്ങുന്നത് കൂരിരുട്ടിലേക്കാണ്, സന്ധ്യ നീങ്ങുന്നത് അർദ്ധരാത്രിയിലേക്കാണ്. എന്നാൽ അർദ്ധരാത്രിക്ക് അപ്പുറത്തൊരു നല്ല പ്രഭാതമുണ്ട്. അതവിടെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. സന്ധ്യയും അതിൻ്റെ ഇടയ്ക്കുള്ള അർദ്ധരാത്രിയും നീങ്ങിക്കഴിയുന്നത് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഒരു നല്ല പ്രഭാതം നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന, ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടെ കാണുന്ന ആരെങ്കിലും ഇത് ശ്രവിക്കുന്നു എങ്കിൽ, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഞാനും നിങ്ങളുമായി തീരുമ്പോൾ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. സന്ധ്യയെങ്കിൽ അവസാനിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഇതിനപ്പുറത്ത് നിറങ്ങി നീങ്ങുന്നത് കൂരിലേക്കാണെങ്കിലും അതിനപ്പുറത്തൊരു നല്ല പ്രഭാതമുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഹൃദയങ്ങൾക്ക് ആശ്വാസം, ധൈര്യശാലികൾ. അവസാനം 2 കാര്യങ്ങളോടെ പറഞ്ഞ്, 2 പോയിന്റ്സോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ പറയുകയാണ്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു. ഇവിടെ ദുരുപദേശങ്ങൾ കാലക്രമേണ സഭയിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ജനത്തിന് ആകപ്പാടെ ഒരു എന്താണ് ചെയ്യേണ്ടത്? ചിലർ പഴയതിലേക്ക് തിരിഞ്ഞു പോകാൻ ശ്രമം നടക്കുന്നു, ചിലർ ചില വിട്ടുപോകുന്നതിനെ വീണ്ടും പിന്തുടരുവാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കറിയാം, ഈ 2-ാം അധ്യായം 3-ാം അധ്യായവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലുണ്ട്, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, സബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരാനിരുന്നവരുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വെറുതെ തെറ്റിക്കരുത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ സുവിശേഷത്തിന് വിരുദ്ധമായിട്ടുള്ള ചില പ്രവണതകൾ അവരുടെ ഇടയിലേക്ക് വ്യാപിച്ചു. തൽഫലമായി അവർ വിട്ടുപോകുന്നതിനെ ആചരിക്കുവാൻ ശ്രമം ആരംഭിച്ചു. മുൻപോട്ട് പോട്ടെ, ദൂതന്മാരെ ആരാധിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവരവരുടെ സ്വന്തം ദർശനങ്ങളിൽ തന്നെ ആശ്രയിച്ചു. മാത്രമല്ല, അവർ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നു. എത്ര വീഴ്ചയാണ് അവരുടെ ഇടയിൽ സംഭവിച്ചെന്നറിയാം. എന്തായി തല? അത് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന തലയെ അവർ മുറുകെ പിടിക്കാതെ
അവർക്കിഷ്ടമുള്ളതുപോലെ അവർ ജീവിച്ചു. ആരാണ് ലേബൽ? വിശ്വാസികൾ. പക്ഷേ ആരാധനയും ജീവിതവും ക്രിസ്തുവുമായി വളരെ അകലത്തിലാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ദൂതന്മാരുണ്ട്. അവരെ ആരാധിക്കുവാൻ, ആ മധ്യസ്ഥനെ ആരാധിക്കുവാൻ അവർ കാലക്രമേണ ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ അടുത്ത അപകടം. ഇതെല്ലാം ഇതിൻ്റെ കോണ്ടെക്സ്റ്റാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഇപ്പോൾ അവരെ ഈ കത്തിലൂടെ വിശ്വാസത്തിൽ ഓർപ്പിക്കുന്നത്. കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള 6-7 വാക്യങ്ങളിലൂടെ ചിന്തിച്ച് നമുക്ക് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ആ ഭാഗവും വിടട്ടെ. അവനിൽ വേരൂന്നണം. ദൈവമക്കൾ ക്രിസ്തുവിൽ വേരൂന്നിയവരാണ്. സഭാവിശ്വാസികൾ, ആരാധനയിൽ സംബന്ധിക്കുന്നവർ, ദൈവമക്കൾ കൂട്ടായും നടക്കുകയും വേണം. ക്രിസ്തുവിൽ വേരൂന്നണം. അവൻ ആറ്റരിയത്ത് നട്ടിരിക്കുന്നതും തക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എങ്ങനെ? അവൻ്റെ വേരാഴത്തിലാണ്. ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100, 60, 30 മേനി വിളവേകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ വേരൂന്നുന്ന ഒരു വലിയ അനുഭവമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളത്. അവസാനത്തെ വാക്യം കൂടെ നമുക്ക് ചിന്തിക്കാം. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ നല്ല ഉറപ്പുള്ളവരായിരിക്കണം. എന്താണ് വിശ്വാസം? യേശുവിലുള്ള വിശ്വാസം എന്താണ്? നമുക്കതിന് നല്ല ഡെഫിനിഷനാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. അങ്ങനെയെങ്കിൽ വാക്യം പറഞ്ഞ എന്നോടും നിങ്ങളോടും വീണ്ടും ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഫെയ്ത്ത്? എന്താണ് വിശ്വാസം? യേശുവിലുള്ള വിശ്വാസം. നമ്മുടെ 7 കൂദാശയിലും നാം ഈ വിശ്വാസം ഏറ്റുപറയുന്നവരാണ്. നിഖ്യാവിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവത്തിൽ, സൃഷ്ടിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പുത്രനായ ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, സഭ ശ്ലൈഹികമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വാസം? ഇത് നമ്മൾ ആഴമായി ചിന്തിക്കുകയും നമ്മുടെ വിശ്വാസം എങ്ങനെ ജ്വലിപ്പിക്കാൻ നമുക്കിടയായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. വിശ്വാസം ഹനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വളരെ വേഗം വന്നു കഴിഞ്ഞു. അതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ അവിടെ ഇവിടെയും കണ്ടുവരികയാണ്. അധികം താമസിയാതെ നമ്മുടെ മുൻപിലും എത്തിപ്പെടാം. വിശ്വാസം മാറ്റുരയ്ക്കപ്പെടും, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും, വിശ്വാസം ഹനിക്കപ്പെടും. വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തേണ്ടി വരും. എന്താണ് വിശ്വാസം? ഞാനെപ്പോഴും വളരെ സിമ്പിളായി, ഇതിനെ വളരെ ലളിതമായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പൻ്റെ കൈകളിലേക്ക് അന്ധമായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ്, ദാറ്റ് ഈസ് ഫെയ്ത്ത്. എന്നെ സമ്പൂർണമായി സമർപ്പിക്കുക. പണ്ട് ഞാൻ VBS ലീഡറായിട്ടൊക്കെ പോയ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. പലരും അത് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പിക്ചർ വെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ഇപ്പോഴാണല്ലോ എല്ലാം സ്ക്രീനിലൊക്കെ കാണിച്ച് പഠിപ്പിക്കുന്നത്. അന്ന് കുറച്ച് ഫ്ലാനൽ പിക്ചേഴ്സുമായിട്ടാണ് ഞങ്ങളുടെയൊക്കെ പോക്ക്. അതിനുശേഷം ആ പിക്ചർ കാണിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ഇന്നത്തെ പോലെ തന്നെ നമ്പറും കൂടുതലാണ് കുഞ്ഞുങ്ങൾ. ഒരു കൊച്ചു കുഞ്ഞ് പണിതുകൊണ്ടിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി. ആ ഗോവണിയിൽ പിടിച്ച് അതങ്ങ് കയറി.
കുറേ കഴിഞ്ഞപ്പോൾ ആ ചിത്രത്തിൽ ഏണിയില്ല. ഏണി എങ്ങനെയോ മറിഞ്ഞു, കുഞ്ഞങ്ങ് കയറി കാറ്റടിച്ചു, ഏണി താഴെ പോയി. ഈ കുഞ്ഞ് അവിടെ കിടന്ന് നിലവിളിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമമാണ്. വഴിയേറിയ പോയവരെല്ലാവരും കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ മോളിങ് എടുത്തിയാട്, ഞാൻ പിടിച്ചോളാമെന്ന് പറയുന്നു. പക്ഷെ കുഞ്ഞെടുത്തിയാടുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട്, വളരെ ലളിതമായ ഒരു കഥയാണ്. പക്ഷേ ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരൻ വന്ന് കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ തന്നെ തൽക്ഷണം എടുത്തിയാടി. അതിൻ്റെ പേരാണ് വിശ്വാസം. ആ ചിത്രത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് വിശ്വാസം. എന്താണ് വിശ്വാസം? എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. അവളുടെ സ്വന്തം അപ്പൻ പറഞ്ഞപ്പോൾ എടുത്തിയാടി. പിന്നെ യാതൊരു നോട്ടമില്ല, ഇടംവലം നോട്ടമില്ല. കാരണം എൻ്റെ അപ്പൻ്റെ കൈകളിൽ ഞാൻ വീഴുമ്പോൾ അവൻ എന്നെ തകർത്ത് കളയത്തില്ല, എന്നെ തരിപ്പണമാക്കത്തില്ല. അതിൻ്റെ പേരാണ് വിശ്വാസം. അന്ധമായി വിശ്വസിക്കുക. ആ വിശ്വാസത്തിൻ്റെ തികവൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് നഷ്ടപ്പെട്ടു, നമ്മളിൽ അതൊക്കെ നഷ്ടപ്പെട്ടു. ആ വിശ്വാസം കണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മുടെ പിതാക്കന്മാർ ജീവിച്ചത്. ഒരു പക്ഷേ ഈ വിശ്വാസം ഞാൻ പഠിച്ചത്, യേശുക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കാൻ ഞാൻ പഠിച്ചത് എൻ്റെ പിതാവിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് തിരുമേനിക്ക് ഏറെ അടുത്തറിയാവുന്ന വരുന്ന എൻ്റെ പിതാവ്. ധാരാളം ആളുകൾക്കറിയാം. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിലെ ഒരു സുവിശേഷകനായിരുന്നു. ദീർഘവർഷങ്ങൾ പലയിടങ്ങളിൽ പ്രവർത്തിച്ചു. എൻ്റെ ബാല്യകാലത്തെ വളർച്ച മുതൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൻ്റെ കൂടെ ജീവിച്ച് പല ദേശങ്ങൾ സഞ്ചരിച്ച് പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഇടത്ത് ഞാൻ അവസാന ശ്വാസം പോകുന്ന സമയത്തും ഞാൻ ആ ഭക്തനായ ദൈവദാസിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, കുഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കടത്തിണ്ണയിൽ കിടക്കേണ്ടി വന്നാലും വിശ്വാസത്തിൽ എൻ്റെ അരുമനാഥൻ യേശു കർത്താവ് നിന്നെ പുലർത്തും. സ്വാഗത വാക്ക് പറഞ്ഞപ്പോൾ മോൻ്റെ കാര്യം പറയുകയുണ്ടായി. ഇനിയും ഒത്തിരി കടമ്പകളുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞുങ്ങളൊക്കെ ആ വിധത്തിൽ പോകാൻ തയ്യാറെടുക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു രഹസ്യം, എങ്ങനെ വേണേലും ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ജീവിക്കാം, പക്ഷേ തലമുറകളായി കൈമാറിയതിൻ്റെ പേരാണ് വിശ്വാസം. ഇന്ന് നമ്മുടെ കണ്ണടയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്ക് അവശേഷിപ്പിച്ച് വച്ചിരിക്കുന്നത് എന്താണ്? ശാന്തമായി വചനത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഒരുപക്ഷെ വലിയൊരു സന്ദേശം നിങ്ങളുടെ മുൻപിൽ പറയാൻ ഞാൻ ആഗ്രഹിച്ച് ഒരുങ്ങി വന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്തതുപോലെ ഞാൻ പോവുകയാണ്. ഇതെന്നോട് തന്നെ സംസാരിക്കുകയാണ്. എന്തവശേഷിപ്പിച്ചിട്ടാണ് നാം കടന്നു പോകുന്നത്? ഇന്ന് പകൽക്കാലം ചില തീരുമാനങ്ങൾ ഇവിടെ എടുക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഹേമിക്കുന്നു. നമ്മുടെ ഭൗതിക ചിന്തകളും വിചാരങ്ങളും എനിക്കും നിങ്ങൾക്കുമെല്ലാം ഉണ്ട്. വളരെയധികം കലുഷിതമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കൊരുറപ്പ് പറയാൻ സാധിക്കും, എൻ്റെ പിതാക്കന്മാരിൽ നിന്ന്, എൻ്റെ മാതാക്കളിൽ നിന്ന് കൈമാറി വന്ന ബാറ്റൺ, ആ വിശ്വാസം ഞാൻ എൻ്റെ തലമുറകളിലേക്ക് മാറി എൻ്റെ റോൾ അവസാനിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യതയാണ്. അതിനപ്പുറത്ത് എനിക്ക് വലിയൊരു ഭാഗ്യമില്ല. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. വിശ്വാസത്തിൽ നല്ല ഉറപ്പുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ പതറരുത്. പലപ്പോഴും ഞാൻ പതറാറുണ്ട്. പ്രസംഗം എളുപ്പമാണ്, പ്രസംഗം നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും സാധിക്കും. പക്ഷെ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ വല്ലാതെ ചഞ്ചലപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ എനിക്ക് ലഭിക്കുന്ന ഒരു വാക്തത്വം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് തൻ്റെ ക്രൂശിങ്കിലേക്കുള്ള യാത്രയിൽ, യെരൂശലേമിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്കുകൾ എന്നോട് പറയും. നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അത്രയും മാത്രം ഞാൻ പറഞ്ഞു നിർത്തും. പലപ്പോഴും നാളെയെക്കുറിച്ചുള്ള ആകുലത, ഭാരം നമ്മളെ വല്ലാതെ അലട്ടുമ്പോൾ അവിടെയൊക്കെ വിശ്വാസത്തിൽ നല്ല ഉറപ്പുള്ളവരായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഇതെല്ലാം അസ്തമിച്ചങ്ങ് തീരുകയല്ല. അസ്തമയത്തിനപ്പുറത്തൊരു പുലർകാലമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ
ഒരു വാക്കൂടെ അവിടെ പറയുന്നുണ്ട്, സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. അബൗണ്ടിങ് ഇൻ താങ്ക്സ് ഗിവിങ്. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. അത് ഡബിൾ എംഫസൈസ് ചെയ്ത് അവിടെ പറയുകയാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരാമേൻ പറഞ്ഞാൽ പോരായിരുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. തറപ്പിച്ച് ഉറപ്പിച്ച് പറയുക. ഇവിടെ പറയാണ് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. സ്തോത്രം ചെയ്യുന്നവരായിരിപ്പിൻ എന്ന വാക്യങ്ങളോ. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു ചിന്ത, എപ്പോഴും നാം നന്ദിയുള്ള ഹൃദയവുമായി ആയിരിക്കണം. നന്ദി നമ്മുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകണം. എത്ര അനുഗ്രഹകരമാണ് നമ്മുടെ ജീവിതം. അനേകർക്ക് ലഭിക്കാത്ത നല്ല നല്ല അവസരങ്ങളും സാധ്യതകളും പദവികളും ദൈവം തമ്പുരാൻ നമുക്ക് തന്ന് ഇത്രത്തോളം നമ്മളെ നടത്തി തിരിഞ്ഞു നോക്കി എത്ര 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 വർണ്ണിച്ചാലും മതി വരാത്ത വിധം നന്ദി പറയുവാൻ ഞാനും നിങ്ങളും കടംപ്പെട്ടവരാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് പ്രവർത്തിച്ചിരുന്നത് എരുമേലിക്കടുത്ത് മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം നടക്കുന്ന സമയം ഞങ്ങളുടെ മിഷൻ വീടിൻ്റെ തൊട്ടടുത്ത ഒരു ബ്രദറൻ കൂട്ടായ്മയിൽപ്പെട്ട ഒരു ഭവനമുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ആ ഭക്തനായ മനുഷ്യൻ പാർത്തിരുന്ന ഒരു വീടാണ് തൊട്ടയൽവാസി. അതിനൊക്കെ ശേഷമേ ഉള്ളൂ മർത്തമ്മക്കാരുടെ വീടുകൾ. ഈ വീട്ടിൽ നിന്ന് രാവിലെ 4 മണിക്ക് ആ വീട്ടിലെ അച്ചായൻ്റെയും അമ്മച്ചിയുടെയും മക്കളുടെയും പാട്ട് കേൾക്കും. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഏകദേശം 38-40 വർഷമായി. ഞാൻ പറയാൻ വന്നത്, വൈകുന്നേരം സന്ധ്യാസമയമാകുമ്പോൾ കൃത്യം 7 മണിക്ക് പാട്ടും പ്രാർത്ഥനയും. 8 വർഷം അവരുടെ സമീപത്ത് ഞങ്ങൾ താമസിച്ചു. കൊച്ചൊരു കുടിൽ. ആ കുടിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയും പാട്ടും എത്ര അർത്ഥവത്തായിരുന്നു. ആ വീട്ടിലെ അച്ചായൻ ഒരു താൽക്കാലിക ജോലി ഈ കുമ്പനാട്, നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ബ്രദറിൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. വർഷങ്ങൾക്ക് മുമ്പ് അന്നൊരു പിയൂൺ ജോലി കിട്ടിയ ദൈവദാസൻ. വീട്ടിലെ പട്ടിണി ഒന്ന് മാറിക്കിട്ടുമല്ലോ എന്ന് വെച്ച് തുച്ഛമായ ശമ്പളത്തിൽ അവിടെ വന്നു 2 മാസം ജോലി ചെയ്ത് ഈ ഭക്തൻ 2 മാസത്തെ ശമ്പളം, 2ാം മാസത്തെ ശമ്പളവും ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ കുമ്പനാട്ട് വരുന്നു. വന്ന ദിവസം സന്ധ്യയോടടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ വന്നു. തിരുവല്ല സായിപ്പിൻ്റെ ആശുപത്രിയിൽ, അവരുടെ സഭയുടെ തന്നെയാണ്. അവിടെ ചെല്ലുന്നു. ആളെ ലോകത്തോട് യാത്ര പറയും. ചുരുക്കി പറയട്ടെ, ഡെഡ് ബോഡി രാത്രി വൈകി ഭവനത്തിൽ വരുന്നു. ആ സഭയിലെ മൂപ്പൻ മറ്റു കൂട്ടുവിശ്വാസികളെല്ലാവരും കൂടെ ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മൂപ്പൻ പ്രാർത്ഥന ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചു. ശക്തമായ കാറ്റടിച്ചു, മഴ പെയ്തു. അപ്പോഴാണ് ആ വർഷം ആ വീട് മേഞ്ഞിട്ടില്ലായിരുന്നു, ഓലപ്പര. ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഒരു വിധത്തിൽ പ്ലാസ്റ്റിക് കവർ ചെയ്ത്, ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്പകാലത്ത് നടന്ന സംഭവമാണെങ്കിലും ഇന്നും ഞാൻ ഓർക്കും. ഒരൊറ്റത്തുള്ളി വെള്ളം പോലും മുറ്റത്തേക്ക് പോകാതെ അവിടെ എല്ലാം തളം കെട്ടി നിന്നു. വന്ന മഴ പെട്ടെന്ന് ശമിച്ചു. അതിനുശേഷം പിന്നീട് ഈ മൂപ്പൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമേ, യോനാച്ചനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ കുഞ്ഞുങ്ങളെയും നീ നന്മയ്ക്കായി ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ശവോടക്കെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഹൈന്ദവ സഹോദരൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ആ കടയിലെ ഹൈന്ദവ സഹോദരൻ പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറയട്ടെ, അത് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. വേദപുസ്തകം തോളിൽ ചുമന്നുകൊണ്ട് നടന്നാണല്ലോ യോനാച്ചൻ ആരാധന കഴിഞ്ഞ് പോകുന്നതും തിരിച്ചു വരുന്നു. ഇതിനകത്ത് വലിയ അർത്ഥമുണ്ടെന്നൊന്നും എനിക്കന്ന് മനസ്സിലായില്ല. ഒരു പക്ഷേ നാളുകൾ പലത് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചെന്നറിയാമോ? ഈ പുസ്തകം നീ ചുമന്നാൽ, ആരോഗ്യമുള്ളപ്പോൾ ചുമന്നാൽ, നിന്റെ തകർച്ചയിൽ, നിന്റെ നിരാശയിൽ, നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ ചുമക്കുന്നവൻ ഇതിൻ്റെ ഉടയവനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 4 മക്കൾ, പറക്കമുറ്റാത്ത 4 മക്കളെ യോനാച്ചൻ തൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയെങ്കിൽ
ഇന്നവിടെ ചെന്ന് നോക്കുമ്പോൾ വർഷങ്ങൾ പലത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. മനോഹരമായ ഒരു കെട്ടിടം അവിടെ പണിതുയർന്നു. അമ്മച്ചി അടുത്ത കാലത്ത് നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. ആ 4 മക്കൾക്കും ജോലി ലഭിക്കാനിടയായി തീർന്നു. കാര്യങ്ങളെ ദൈവം തമ്പുരാൻ അത്ഭുതകരമായി ക്രമീകരിച്ചു. കൈമുതലായിട്ടുണ്ടായിരുന്നത് ഇത്രയേ ഉള്ളൂ, ലോകത്തിൻ്റെ ചിത്രത്തിൽ പട്ടിണിയും പരിഭവവും. എന്നാൽ വേറൊന്ന് കൈമുതലായിട്ടുണ്ടായിരുന്നു, നിധിയായിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ദൈവം കൊടുത്ത വിശ്വാസത്തിൻ്റെ തികവ്. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു. നന്ദിയുള്ള ഹൃദയം അവർക്കുണ്ടായിരുന്നു. ദൈവം മാനിച്ചു. ഡോക്ടർ സ്റ്റാലി ജോൺസ് തൻ്റെ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ്, വളരെ ലളിതമായി പറഞ്ഞ് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. I will witness to my Jesus till my last breath. എൻ്റെ കണ്ണെപ്പോഴടയുമോ, എൻ്റെ ശ്വാസം എപ്പോൾ നിലയ്ക്കുമോ, അപ്പോൾ വരെ ഞാൻ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കും. എല്ലാവരും തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക്, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയും തീരുമാനം അതായി തീർന്നിരിക്കട്ടെ. എൻ്റെ കണ്ണടയുന്ന നിമിഷം വരെയും, എൻ്റെ ശ്വാസം എപ്പോൾ നിലയ്ക്കുന്ന ആ സമയം വരെയും ഞാൻ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി, ശിഷ്യനായി ജീവിപ്പാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. എല്ലാവരും തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട്, കർത്താവേ, ഞാൻ ആരാണ്, എൻ്റെ ദൗത്യം എന്താണ്, ഈ ലോകത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, പെരുമാറണം. കൊലോസി സഭയ്ക്ക് എഴുതിയ കത്തിലൂടെ നീ ഞങ്ങളെയും പഠിപ്പിച്ചല്ലോ കർത്താവേ. സ്നേഹത്തിലുള്ള ഏകീഭാവം, ധൈര്യം മാത്രമല്ല, ക്രിസ്തുവിൽ വരുന്ന അനുഭവം, വിശ്വാസത്താൽ നല്ല ഉറപ്പ് മാത്രമല്ല, നന്ദിയുള്ള ഹൃദയം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ആഴമേറിയ സ്നേഹത്തിന് മുൻപിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പേര് ചൊല്ലി വിളിച്ച് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ മറുപടി എന്താണ്? കർത്താവേ, ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. പറയാമോ? അതാത് ഇരിപ്പിടങ്ങളിലിരുന്നുകൊണ്ട് പറഞ്ഞാട്ട്, നമ്മുടെ നാവിൽ നിന്ന് പറഞ്ഞാട്ട്, എൻ്റെ യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതകാലം അവസാനിക്കുന്ന നിമിഷം വരെ ഞാൻ എൻ്റെ യേശുവിൻ്റെ നല്ല സാക്ഷിയായി, ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ക്രൂശിന്മേൽ കാണുന്ന താരിതാ പ്രാണനാഥൻ എൻ പേർക്കാ